ഇറങ്ങുന്ന വഴിയിൽ അവൻ നിക്കുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ജെനിയും അവനും എഴുന്നേറ്റ് വന്നു. എന്താ ചാച്ച ഉണ്ടായത്? ജെനി സംശയത്തോടെ ചോദിച്ചു. അറിയില്ല മോളെ, അങ്കിൾ ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. ഹോസ്പിറ്റലിൽ ചെന്ന് കാര്യം അറിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ആമിയൊന്ന് നോക്കിക്കോണേ. ശരി ചാച്ച, അവൾ പറഞ്ഞു. ജോ നിക്കുവിനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവരുടെ വർത്തമാനം കേട്ട് ലിസയും ജേക്കബും എഴുന്നേറ്റിരുന്നു. എന്താ ജോ, എന്താ പെട്ടെന്ന് അവർക്ക് പറ്റിയത്? ജേക്കബും ലിസയും അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചു. ഒന്നും അറിയില്ല പപ്പേ, ഞാൻ വിളിക്കാം, ജോ പറഞ്ഞുകൊണ്ടിറങ്ങി. ജെനി, ഇച്ചായൻ എന്തെങ്കിലും ചെയ്തതായിരിക്കുമോ? ആമി സംശയത്തോട് ചോദിച്ചു. അതായിരിക്കില്ല ആമി, ചാച്ചൻ വിളിക്കാമെന്നല്ലേ പറഞ്ഞത്, നമുക്ക് നോക്കാം, ജെനി പറഞ്ഞു. കുറച്ച് നിമിഷങ്ങൾക്കകം അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നിരുന്നു. അവർ ICUവിൻ്റെ വാതിൽക്കലേക്ക് എത്തിയതും അവിടെ കസേരയിൽ കുനിഞ്ഞ് കൈകൾ രണ്ടും തലയിൽ താങ്ങിയിരിക്കുന്ന ജിൻസന്റെ പപ്പയുടെ അടുത്തേക്ക് അവർ ചെന്നു. അങ്കിൾ, ജോ അയാളുടെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. ആ ജോ വന്നോ? അയാൾ അവനെ കണ്ടുകൊണ്ട് എഴുന്നേറ്റ് ചോദിച്ചു. എന്താ അങ്കിൾ ഉണ്ടായത്? എങ്ങനെയാ? ജോ സംശയത്തോടെ ചോദിച്ചു. ഞാനാ ജോ, ഞാൻ കൊന്നത് അവളെ. വിഷം കൊടുത്ത് ഞാനാ അവളെ കൊന്നത്. അയാൾ പറഞ്ഞതും ജോയും നിക്കുവും പരസ്പരം സംശയത്തോടെ നോക്കി. അങ്കിൾ എന്തൊക്കെയാ പറയുന്നേ? അങ്കിൾ എന്തിന്? ജോ സംശയത്തോടെ ചോദിച്ചു. അവൾ കുഴിച്ച കുഴിയിൽ അവൾ തന്നെ വീണു. അല്ല, ഞാൻ വീഴ്ത്തി. ഇല്ലെങ്കിൽ അവൾ നമ്മുടെ ആമിയെയും കുഞ്ഞിനെയും കൊന്നേനെ ജോ. അവൾ ഒരിക്കലും മാറില്ല. അവൾ അതിനു വേണ്ടിയാ ആമിയെ കാണണമെന്ന് പറഞ്ഞത്. ആ കുഞ്ഞിനെയും ആമിയെയും ഇല്ലാതാക്കി നിന്നെ വിഷമിപ്പിക്കാൻ, നിന്നെ വേദനിപ്പിക്കാൻ. അതിനു വേണ്ടിയിട്ട് അവൾ വിഷം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആരുടെ കൂടെ ചേർന്നാണെന്നറിയോ? അവളുടെ കാമുകൻ്റെ കൂടെ ചേർന്ന്. അവൻ്റെ സഹായത്തോടെ അവളെ എല്ലാം ഒരുക്കുകയായിരുന്നു. അവൾക്ക് എപ്പോഴും അവളുടെ സുഖവും സന്തോഷമായിരുന്നു ജോ വലുത്. അയാൾ പറഞ്ഞതും ജോ എല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു. ദേഷ്യമാണോ ഭയമാണോ സങ്കടമാണോ എന്നറിയാത്ത ഒരുതരം വികാരമായിരുന്നു അവൻ്റെ മുഖത്ത്. ജോ നിക്കു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. എൻ്റെ ആമയും കുഞ്ഞും നാളെ എനിക്ക് എൻ്റെ കണ്ണ് തെറ്റിയിരുന്നെങ്കിൽ എനിക്കതൊന്നും ഓർക്കാൻ വയ്യടാ. ഓർക്കണ്ട മോനെ, അതൊന്നും നീ ഇനി ആലോചിക്കണ്ട. നിൻ്റെ ഈ സ്നേഹവും പ്രാർത്ഥനയും എൻ്റെ ആമിമോളുടെ ആ നല്ല മനസ്സും കൊണ്ടാണ് എനിക്കിതൊക്കെ കാണാനും കേൾക്കാനും പറ്റിയത്. അതുകൊണ്ട് അവൾ കരുതി വെച്ച വിഷം ഞാൻ അവൾക്ക് തന്നെ കൊടുത്തു. ജോ മോനെ, എന്നെ അറസ്റ്റ് ചെയ്തേക്ക്, ഞാൻ ജയിലിൽ പൊക്കോളാം, അയാൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട അങ്കിൾ അങ്ങനെ ജയിലിൽ പോയി കിടക്കേണ്ടവനല്ല. ദൈവം അവർക്ക് അങ്കിളിലൂടെ കൊടുത്ത ശിക്ഷയാണിത്. അവർ മരിക്കേണ്ടവർ തന്നെയായിരുന്നു. പക്ഷേ അങ്കിൾ ഇതെങ്ങനെ? അവൻ സംശയത്തോടെ ചോദിച്ചു. പറയാം. ഞാൻ ഇന്നലെ വൈകിട്ട് ആമിമോൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോയിരുന്നു. അവൾ തന്നെയാണ് എന്നെ അതിനെ നിർബന്ധിച്ചതും. ഞാൻ കരുതിയത് അവൾ ഒരുപാട് മാറിപ്പോയെന്നാണ്. അതുപോലെയായിരുന്നു അവൾ എന്നോടും ആമിയോടും ഒക്കെ അഭിനയിച്ചത്. ആമിക്കുള്ള സാധനങ്ങൾ വാങ്ങി ഞാൻ വീട്ടിലേക്ക് വന്നതും അവൾ ആരോടോ സംസാരിക്കുന്നത് കേട്ടു. എനിക്കെന്തോ സംശയം തോന്നി. ഞാൻ മറഞ്ഞു നിന്ന് അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് അവൾ ആരോടോ വിഷത്തിൻ്റെ കാര്യം പറയുന്നത്. നാളെ നിങ്ങളുടെ വീട്ടിൽ വരണമെന്നും ആമിയെക്കൊണ്ട് എങ്ങനെയെങ്കിലും അത് കഴിപ്പിക്കണമെന്നും ആമിയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കണമെന്നും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടു. അവളത് വാങ്ങി അടുക്കളയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും അയാളോട് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അയാൾ നിറകണ്ണുകളോട് പറഞ്ഞു. അത് അവരുടെ കാമുകനാണെന്ന് അങ്കിളിന് എങ്ങനെയാണ് മനസ്സിലായത്? ജോ സംശയത്തോടെ ചോദിച്ചു. അത് അവൾ പറയുന്നത് ഞാൻ കേട്ടു ജോ. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഒരു തീർത്ഥാടന യാത്രയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് മനസ്സിന് സമാധാനമായപ്പോൾ അങ്ങനെ പോകണമെന്ന് കരുതി. അപ്പോൾ അവൾ അയാളോട് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ തീർത്ഥാടന യാത്രയ്ക്ക് പോകുമ്പോൾ അവൾ ഒറ്റയ്ക്കാണെന്ന്. രാത്രിയിൽ അവളുടെ കൂടെ അയാൾ ബാക്കി പറയാതെ നിർത്തി. നിറഞ്ഞു വന്ന കണ്ണുകളെ വാശിയോടെ അയാൾ തുടച്ചു കളഞ്ഞു. അങ്കിൾ, അവനെ അയാളെ സമാധാനിപ്പിച്ചു. മടുത്തു ജോ, ഇനിയെങ്കിലും എനിക്ക് സമാധാനത്തോടെ ഒന്ന് ജീവിക്കണം. ഇങ്ങനെയുള്ളവളുമാർ ഒന്ന് ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അവളോടൊന്നും ചോദിക്കുന്നത് നല്ലതല്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് അവസരം നോക്കി ഞാൻ കാത്തിരുന്നു. അവൾ കുളിക്കാൻ പോയ തക്കത്തിന് ഞാൻ അടുക്കള മൊത്തം പരതി. അവസാനം അവൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ വിഷം ഞാൻ കണ്ടെത്തി. രാത്രിയിൽ അവൾക്ക് 1 ഗ്ലാസ് പാല് കുടിക്കുന്ന സ്വഭാവമുണ്ട്. അവൾ പാല് കാച്ചി വെച്ചിട്ട് മാറിയ തക്കത്തിന് ഞാൻ അതേ വിഷം തന്നെ അതിനകത്ത് കലർത്തി. ഞാൻ അവളെ കൊന്നു, അയാൾ വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞു. ജോ ദേഷ്യം കടിച്ചു പിടിച്ച് അയാൾ പറയുന്ന ഓരോന്നും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റി. നിക്കു വീട്ടിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതും ആമി ഞെട്ടി. അവൾ പോലും അറിയാതെ അവളുടെ കൈകൾ തൻ്റെ വയറ്റിലേക്ക് നീണ്ടു. നാളെ തൻ്റെ ജീവൻ്റെ തുടിപ്പില്ലാതെയായി പോകുന്നത് അവൾക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഒരു നിമിഷം അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നി. ആമിക്ക് ദേഷ്യവും വിഷമവും പേടിയും വന്നു. അവരോട് ദേഷ്യവും അവനങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ വിഷമവും. ജോ എങ്ങനെയായിരിക്കും അവളോട് പ്രതികരിക്കുക എന്നോർത്തപ്പോൾ പേടിയും തോന്നി. ജെസിയും അർജുനും വന്ന് അയാളെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജോയും നിക്കുവും തിരികെ വീട്ടിലേക്ക് തിരിച്ചു. ജോ എല്ലാ ദേഷ്യവും സ്റ്റിയറിങ്ങിൽ തീർക്കുന്നുണ്ട്. അവൻ്റെ ദേഷ്യം കണ്ടൊരു നിമിഷം നിക്കുവിനും പേടി തോന്നി. ഈ ദേഷ്യം മുഴുവൻ ആമിയോട് ചെന്ന് തീർക്കൂ എന്നായിരുന്നു അവൻ്റെ പേടി. ജോ, നിക്കു വിളിച്ചതും ജോ ദേഷ്യത്തോടെ നോക്കി.
എടാ ഒന്നും സംഭവിച്ചില്ലല്ലോ, ദൈവം നമ്മുടെ കൂടെ ആയതുകൊണ്ടല്ലേ അങ്കിളിന് അതൊക്കെ കാണാൻ പറ്റിയത്. നീ ഇനി ഇതിൻ്റെ പേര് ആമിയെ വിഷമിപ്പിക്കാൻ നിൽക്കരുത്, അതും ഈ അവസ്ഥയിൽ. നിക്കു അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവൻ അതിനൊന്നും മിണ്ടിയില്ല. ഇപ്പോൾ അവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായ നിക്കു പിന്നെ ഒന്നും പറയാൻ പോയില്ല. അവൻ ഫോൺ എടുത്ത് ജെനിക്ക് മെസ്സേജ് അയച്ചു. ആമിയെ എങ്ങനെയെങ്കിലും പിടിച്ചുറക്കാൻ അവളോട് പറഞ്ഞു. അവൾ ഉറക്കമാണെങ്കിൽ ജോ ഇതിനെപ്പറ്റി ഇന്ന് സംസാരിക്കില്ലെന്നും നാളെയാകുമ്പോൾ അവൻ്റെ ദേഷ്യം കുറച്ച് കുറയുമെന്നും നിക്കുവിന് തോന്നി. പക്ഷെ അവൾ ജോ വരാതെ ഉറങ്ങില്ല എന്നുള്ള വാശിയിൽ തന്നെയിരുന്നു. ജോ കാർ വീട്ടിലേക്ക് കയറ്റി. പിന്നെ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി മുണ്ടു മടക്കി കുത്തി കാലുകൊണ്ട് ഡോറ് വലിച്ചടച്ചിട്ട് വീട്ടിലേക്ക് കയറി. അവനെ കാത്തുന്ന പോലെ എല്ലാവരും ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. ആമി ജോയെ കണ്ടതും വയറും താങ്ങി പേടിയോടെ എഴുന്നേറ്റ് നിന്നു. ഹാളിലേക്ക് കയറി വന്നതും ജോ ആമിയെ ദേഷ്യത്തോടെ നോക്കി. ഇച്ചായ, അവൾ പേടിയോടെ വിളിച്ചു. കഴിഞ്ഞോ നിന്റെ വാശിയും ദേഷ്യമൊക്കെ? നിനക്ക് ഇപ്പം സമാധാനമായോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവരെ വിശ്വസിക്കരുതെന്ന്. നീ അവരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഉണ്ടെന്ന് ഞാൻ എപ്പോഴെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ ഞാനത് അവസാനിപ്പിച്ചേനെ, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഇച്ച, അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു. മിണ്ടരുത്, നീ പ്രഗ്നൻ്റ് ആയിപ്പോയി. അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ നാവ് കൊണ്ടായിരിക്കില്ല നിനക്ക് തരുന്നത്. ഈ അവസ്ഥയിൽ നിന്നെ തല്ലി എന്നുള്ള വിഷമം കൂടി എനിക്ക് താങ്ങാൻ വയ്യ, അവൻ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവളെ ഒന്ന് നോക്കിയിട്ട് റൂമിലേക്ക് കയറിപ്പോയി. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവിടേക്കിരുന്നു. ആമി, ജെനി അവളുടെ അടുത്തേക്കിരുന്നു കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. മോളെ. മമ്മി, ഞാൻ ഒന്നും അറിഞ്ഞില്ല. അവരെന്നെ വിളിക്കുമ്പോൾ ഞാൻ കരുതിയത് അവർ മാറിയെന്നാ. മനഃപൂർവ്വം ഞാൻ അങ്ങനെ ചെയ്യുമോ മമ്മി? അവൾ കണ്ണുകൾ നിറച്ച് അവരോട് ചോദിച്ചു. സാരമില്ല മോള്, കരയാതിരിക്കുക. അവൻ ദേഷ്യം വരുമ്പോൾ ഓരോന്ന് പറയുന്നതല്ലേ, അത് മാറുമ്പോൾ അവൻ തന്നെ നിൻ്റെ അടുത്ത് വരില്ലേ. മോള് വിഷമിക്കാതെ മുറിയിലേക്ക് ചെല്ല്. ഇപ്പോൾ നല്ലതുപോലെ ഉറങ്ങേണ്ട സമയമാണ്, അവരവളുടെ നെറുകയിൽ തലോടി പറഞ്ഞു. ഞാൻ പോകുന്നില്ല, ഇച്ചാൻ എന്നോട് ദേഷ്യമായിരിക്കും, ഞാൻ ഇവിടെ ഇരുന്നോളാം, അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. രാവിലെ വരെ ഇവിടെ ഇരിക്കാനോ? അത് വേണ്ട, മോള് പോയി കിടന്നുറങ്ങ്. നിക്കുവും അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. സാരമില്ല ചേട്ടാ, മുറിയിൽ ചെന്നാലും ഇച്ചാൻ എന്നോട് മിണ്ടില്ല, എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യില്ല. എനിക്കറിയാം, എനിക്കതൊക്കെ കാണുമ്പോൾ വിഷമം വരും. ഞാനിവിടെ ഇരുന്നോളാം, അവൾ പറഞ്ഞുകൊണ്ട് മുഖം കുനിച്ചു. പെട്ടെന്ന് അവളുടെ അടുത്ത് അവൻ്റെ സാന്നിധ്യം അറിഞ്ഞതും അവൾ തല ഉയർത്തി നോക്കി. എഴുന്നേക്ക്, ജോ അവളെ നോക്കി പറഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്നോളാം, എഴുന്നേക്കടി. അതൊരു അലർച്ചയായിരുന്നു. അവൾ പേടിച്ചു ഞെട്ടി പതുക്കെ എഴുന്നേറ്റു. മുറിയിലേക്ക് പോടി, അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു. ജോ, അവൾക്ക് എല്ലാം കൂടി നല്ല വിഷമമുണ്ട്, നീയും കൂടി അവളെ വിഷമിപ്പിക്കരുത്. ഈ സമയത്ത് നീ വേണം അവളുടെ കൂടെ നിൽക്കാൻ. അവൾ ഓരോന്നും ആലോചിച്ച് BP കൂട്ടിയാൽ ഞാൻ പറയാതെ തന്നെ അറിയാലോ കാര്യങ്ങൾ. അതേ ചാച്ച, അവരുടെ കാര്യത്തേക്കാൾ അവൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം ചാച്ചൻ അവളോട് മിണ്ടാതിരിക്കുന്നതാണ്. ചാച്ചൻ അവളെ അവോയ്ഡ് ചെയ്യുമ്പോഴാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം. അതുകൊണ്ട് ചാച്ചൻ അവളെ വിഷമിപ്പിക്കരുത്. നിങ്ങൾ പോയി കിടന്നോ, അവൻ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി. അവൻ മുറിയിലേക്ക് ചെന്നതും കട്ടിലിൽ വയറ്റിൽ കൈവച്ചിരിക്കുന്ന ആമിയാണ് കണ്ടത്. അവൻ നോക്കിയതും ആമി കണ്ണുകളൊക്കെ നിറച്ച് അവനെ നോക്കി. അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് കഥകടച്ച് ലോക്ക് ചെയ്തു. ഇച്ചായ, പറയ്. സോറി, ഞാൻ അറിയാതെ, എനിക്ക് അറിയില്ലായിരുന്നു. സാരമില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നീ കിടന്നുറങ്ങാൻ നോക്ക്. ഇച്ചായം വരുന്നില്ലേ? എന്താ, ഞാൻ ഉണ്ടെങ്കിലേ നിനക്ക് ഉറങ്ങാൻ പറ്റത്തോളോ? കിടന്നുറങ്ങാൻ നോക്കാമീ, അവൻ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അലമാരിയിൽ എന്തോ തപ്പാൻ തുടങ്ങി. ഇച്ചായൻ എന്താ നോക്കുന്നേ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഇവിടെ ഞാൻ വെച്ചിരുന്ന സിഗരറ്റിൻ്റെ പാക്കറ്റ് എവിടെ? എന്തിനാ ഇപ്പോൾ? അവൾ ചോദിച്ചതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. നിന്നോട് ചോദിച്ചതിന് മാത്രമുള്ള ആൻസർ പറഞ്ഞാൽ മതി, കൂടുതൽ ചോദ്യം നിന്നോട് ചോദിക്കാൻ നിൽക്കരുത്, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ടതും അവൾ മുഖം കുനിച്ചു. നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ, ഇവിടെ നിന്ന് സിഗരറ്റ് പാക്കറ്റ് എവിടെയെന്ന്? ഞാൻ കളഞ്ഞു, അവൾ പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. ആരോട് ചോദിച്ചിട്ട്? ഞാൻ വാങ്ങി വെച്ചിരുന്ന സാധനം ആരോട് ചോദിച്ചിട്ടാണ് നീ എടുത്ത് കളഞ്ഞത്? എനിക്കത് ഇഷ്ടമല്ല എന്ന് ഇച്ചാൻ അറിഞ്ഞൂടെ? ഇന്ന് വൈകിട്ട് വന്നപ്പോൾ ഇച്ചാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. വഴക്കുണ്ടാക്കേണ്ടെന്ന് കരുതിയാൽ ഞാനൊന്നും ചോദിക്കാഞ്ഞത്. എൻ്റെ അടുത്ത് വരാതിരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ കുളിച്ചിട്ട് കിടക്കാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോഴും അതിൻ്റെ മണം ഉണ്ടായിരുന്നു. കുളിക്കാൻ കയറുന്നതിന് മുമ്പ് ഇച്ചാൻ അലമാരയിൽ എന്തോ വെക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഇച്ചാൻ കുളിക്കാൻ കയറിയപ്പോൾ ഞാൻ നോക്കി, അപ്പോഴാണ് അത് കണ്ടത്. ഇത്രയും മാസം ഇതൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ പിന്നെ എന്തിനാ എന്നോടുള്ള ദേഷ്യം? അല്ലേ, ഞാൻ തന്നെയാണ് മാറ്റിയത് മാത്രമല്ല കളയുകയും ചെയ്തു, അവൾ വാശിയോടെ പറഞ്ഞു. ആണ്, എനിക്ക് വാശി തന്നെയാണ്. ഒരാളെ മനസ്സിലാക്കാതെ നീ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിൻ്റെ എല്ലാ ആഗ്രഹവും ഞാൻ സാധിച്ചു തരാറുണ്ട്, അപ്പോൾ നിനക്ക് വാശി. എൻ്റെ മോളെ പിച്ച് ചിന്തിയവൻ്റെ അമ്മയാടിയത്, നിനക്ക് എങ്ങനെയാണ് അതൊക്കെ മറക്കാൻ പറ്റുന്നത്? നീ എത്ര തവണ എന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് അവർ നിന്നോട് ചെയ്ത ഓരോ ദ്രോഹവും. ഇന്ന് നിൻ്റെ കൂടെ കിടക്കുമ്പോൾ നിൻ്റെ പുറത്ത് കാണുന്ന ആ പാടുകൾ, എനിക്കത് കാണുമ്പോൾ ദേഷ്യം വരാറുണ്ട്.
പിന്നെ അതിനിടയിൽ ഞാനതൊക്കെ വിട്ടുകളയുക ചെയ്യുന്നത്. അവരോട് ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്? നിന്നെ പലതവണ ഉപദ്രവിക്കാൻ മകനോടൊപ്പം കൂട്ടുനിന്ന തള്ളയെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? എങ്ങനെയാണ് ഞാൻ അവരെ സ്നേഹിക്കേണ്ടത്? നീ പറഞ്ഞതാ. നിന്റെ അത്രയും വിശാല മനസ്സൊന്നും എനിക്കില്ലടി. നിനക്കറിയില്ല ഞാൻ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നിനക്കൊരിക്കലും അതൊന്നും മനസ്സിലാകില്ല. ശരിയാ, ഞാൻ നിന്നോട് ദേഷ്യപ്പെടാറുണ്ട്, നിന്നെ തല്ലിയിട്ടുമുണ്ട്. പക്ഷേ നീ ഇല്ലാത്തൊരു സെക്കൻഡ് പോലും എനിക്ക് പറ്റില്ല. ഭാര്യയെ തല്ലുന്നത് അത്ര നല്ലതാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ചെയ്തു പോകുന്നതാ. അതെൻ്റെ നെഗറ്റീവാണ്, അതെനിക്കറിയാം. നിന്നെ എത്ര തവണ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടിയുടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? നീ ഫസ്റ്റ് ടൈം കണ്ട ജോയാണോ ഞാനിപ്പോൾ? പറയ്, നിനക്ക് വേണ്ടി ഞാൻ എന്തുമാത്രം മാറിയിട്ടുണ്ടാമി? നിന്നിൽ അടിമപ്പെട്ടു പോയനാടി ഞാൻ. പക്ഷെ ഒരു തവണ പോലും നീ മനസ്സിലാക്കിയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് വാശി പിടിക്കില്ലായിരുന്നു ഈ ഒരു കാര്യത്തിന്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായേനെ. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തിനു പേടിക്കുന്നു എന്ന് നീ മനസ്സിലാക്കിയേനെ. അവൻ വിഷമത്തോടെയും ദേഷ്യത്തോടെയും അവളോട് പറഞ്ഞു. ഇച്ചായ സോറി, അവൾ പറഞ്ഞുകൊണ്ട് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല. അവർ ഒരു ദിവസം എന്നെ വിളിച്ച് കുറേ ക്ഷമ ചോദിച്ചു. ഇനി അവർ തെറ്റ് ചെയ്യില്ലെന്നും അവരുടെ തെറ്റവർക്ക് മനസ്സിലായെന്നും ഒക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ വിശ്വസിച്ച് പോയി ചായ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുമായിരുന്നു. അവരുടെ ഒരു സമാധാനത്തിന് എന്നെ വിളിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴും ഞാൻ അവരെ വിശ്വസിച്ചു. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ അവർ സന്തോഷിച്ചതുപോലെ എനിക്ക് തോന്നി. പിന്നെ മിക്കവാറും എന്നെ വിളിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അവരെന്നോട് പറഞ്ഞത് ഒരു ദിവസം അങ്ങോട്ടേക്ക് ചെല്ലാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇച്ചായൻ എന്നെ അങ്ങോട്ട് കൊണ്ടുവരില്ല എന്ന്. പിന്നെയും അവരെന്നെ കാണണമെന്ന് സങ്കടത്തോടെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയി. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. സോറി ഇച്ചായ, ആരുടെയും മനസ്സ് വായിക്കാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ. എന്നോട് ദേഷ്യപ്പെടല്ലേ ഇച്ചായ, എന്നോട് മിണ്ടാതിരിക്കല്ലേ. എനിക്ക് അത് മാത്രം സഹിക്കാൻ കഴിയില്ല. ഞാനിനി ഒരു കാര്യത്തിനും വാശി പിടിക്കില്ല. ഇച്ചാൻ ഇഷ്ടമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. സോറി. അവൾ കണ്ണുകളൊക്കെ നിറച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി അവനോട് പറഞ്ഞതും അവന് വിഷമമായി. അവൻ അവളെ ഇറുക്കി പിടിച്ച് അവളുടെ നെറുകയിൽ ചുംബിച്ചു. ഇനി എനിക്ക് അവരെ കാണണ്ട ഇച്ചായ. നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നടന്ന അവരെ എനിക്ക് കാണണ്ട. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. സാരമില്ല, കരയണ്ട, മോള് വാ, നമുക്ക് കിടക്കാം. അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി. അവൻ അവളെയും കൊണ്ട് ബെഡിനടുത്തേക്ക് നടന്നു. അവളെ പതിയെ കട്ടിലിലേക്ക് കിടത്തിയിട്ട് അവനും അവളുടെ അടുത്തേക്ക് കിടന്നു. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ മയങ്ങി. പിറ്റേന്ന് ഉച്ചയോടെയായിരുന്നു അവരുടെ അടക്കം തീരുമാനിച്ചത്. ആൺപിള്ളേർ മാത്രമാണ് അവരെ കാണാൻ ചെന്നത്. ആമി വരുന്നില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പെൺപിള്ളേർക്കും അവരെ കാണണ്ട എന്ന് തീരുമാനിച്ചു. അവരെ പരലോകത്തേക്ക് അയക്കാൻ ശരിക്കും പറഞ്ഞ ആരുമില്ലായിരുന്നു എന്നതാണ് സത്യം. അയൽവക്കത്തുള്ളവർ പോലും അവരെ കാണാൻ വന്നില്ല. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ആമിക്കും അനുവിനും ഇത് 9ാമത്തെ മാസമാണ്. പെൺപിള്ളേർ രണ്ടുപേരും നിറവേറുമായിട്ടാണ് നടക്കുന്നത്. ജെനിയും നിക്കുവും യുവമിഥുനങ്ങളെ പോലെ പരസ്പരം സ്നേഹിച്ചും മനസ്സിലാക്കിയും പ്രണയിച്ചു നടന്നു. അവർക്ക് പിന്നെ പ്രണയിക്കാൻ അവസരം അധികം കിട്ടാത്തതുകൊണ്ട് കുറേ നാൾ പ്രണയിച്ചിട്ട് നടന്നിട്ട് മതി കുഞ്ഞൊക്കെ എന്നൊരു തീരുമാനത്തിലായിരുന്നു അവർ. ഒരു ദിവസം രാത്രിയിൽ ദേവേട്ടാ ദേവേട്ടാ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ദേവനെ അവൾ തട്ടി വിളിച്ചു. അവളുടെ വിളി കേട്ടതും അവൻ വെപ്രാളപ്പെട്ടുകൊണ്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് ബെഡ് സ്വിച്ച് ഇട്ടു. എന്താ എന്താ അനു? അവൻ ആവലാതിയോട് ചോദിച്ചു. വേദനിക്കുന്ന ഏട്ടാ, എനിക്ക് വയ്യ, ഞാൻ മരിച്ചു പോകുന്നത് പോലെ തോന്നുക. അവൾ വയറ്റിൽ കൈവച്ചുകൊണ്ട് കണ്ണുകൾ നിറച്ചും കരഞ്ഞു. പെയിൻ വന്നതായിരിക്കുമെന്ന് അവന് മനസ്സിലായി. ഒന്നുമില്ലടാ, ഞാൻ അമ്മയെ വിളിക്കട്ടെ. അവൻ പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് സുഭദ്രയെ വിളിച്ചു. ദേവേട്ടാ, ഞാൻ മരിച്ചു പോകുമോ? അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ലടാ, അത് വാവ വരാറായില്ലേ, അതുകൊണ്ട് തോന്നുന്നതാ. പക്ഷേ അടുത്ത ആഴ്ചയാണല്ലോ ഡേറ്റ് പറഞ്ഞ്. വാ, എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അവൻ പറഞ്ഞുകൊണ്ട് അവളെ പതിയെ എഴുന്നേൽപ്പിച്ചു. അപ്പോഴേക്കും സുഭദ്രയും വന്നിരുന്നു. അവർ അനുവിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. രാത്രിയിൽ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടാണ് ജോ കണ്ണു തുറന്നത്. ദേവനെന്ന് കണ്ടതും അവൻ ആവലാതിയോടെ ഫോൺ എടുത്തു. എന്താടാ, എന്തുപറ്റി? ജോ, അനുവിന് പെയിൻ തുടങ്ങി. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഇന്ന് ഡെലിവറി കാണുമെന്ന് ഡോക്ടർ പറഞ്ഞു. അവളെ ലേബർ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. എടാ, പക്ഷെ അവർക്ക് രണ്ടുപേർക്കും അടുത്ത ആഴ്ചയല്ലേ ഡേറ്റ് പറഞ്ഞിരുന്നത്? ജോ സംശയത്തോടെ നിഷ്കളങ്കമായി ഉറങ്ങുന്ന ആമിയെ നോക്കി അവനോട് പറഞ്ഞു. എനിക്കറിയില്ല ജോ, എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. നീ ഒന്ന് വാ, ദേവൻ പേടിയോട് പറഞ്ഞു. ഇപ്പം വരാം, നീ വിഷമിക്കാതിരിക്കെ. ജോ അവനെ സമാധാനപ്പെടുത്തി ഫോൺ വെച്ചു. ആമി മോളെ. അവൻ ആമിയെ തട്ടി ഉണർത്തി. എന്താ ചായ? അനുവിന് പെയിൻ തുടങ്ങിയ ആമി, അവർ ഹോസ്പിറ്റലിൽ നിൽക്കുക. ഞാൻ അങ്ങോട്ട് പോകുക കേട്ടോ. മമ്മിയെ വിളിച്ച് ഇവിടെ വന്ന് കിടക്കാൻ പറയാം. അത് കേട്ടതും ആമി പതിയെ കട്ടിലിലേക്ക് എഴുന്നേറ്റിരുന്നു. ഇച്ചായ, എനിക്ക് പേടിയാകുന്നു. അടുത്ത ആഴ്ചയല്ലേ ഡേറ്റ് പറഞ്ഞത്? എന്തിനാ പേടിക്കുന്നേ? അതങ്ങനെയൊക്കെയല്ലേ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഡോക്ടർ പറഞ്ഞില്ലായിരുന്നോ ചിലപ്പോൾ നേരത്തെ കാണുമെന്ന്? നീ ടെൻഷൻ അടിച്ച് BP ഒന്നും കൂട്ടല്ലേ പൊന്നെ. അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു.
അവളൊന്ന് മൂളി. അവൻ ലിസയെ വിളിച്ച് കാര്യം പറഞ്ഞു. ആമിയെ അവരുടെ അടുത്താക്കിയിട്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ജോയും നിക്കുവും കൂടിയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നത്. ദേവ, ജോ അവൻ്റെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു. ജോ, എനിക്ക് പേടിയാകുന്നടാ, വല്ലാത്തൊരു ടെൻഷൻ. അവൾക്കും കുഞ്ഞിനും ഒന്നും വരില്ലായിരിക്കും അല്ലേടാ? ആദ്യം ആയതുകൊണ്ടായിരിക്കും എനിക്ക് എന്തൊക്കെയോ വെപ്രാളം പോലെ തോന്നുന്നു. അവൻ ജോയിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ വിഷമിക്കാതിരിക്കുക, ഒന്നും ഉണ്ടാകില്ല. ദേ, അവളിപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് വരും, വിഷമിക്കാതെ. ജോ അവനെ സമാധാനപ്പെടുത്തി. അതേടാ, വിഷമിക്കാതിരിക്കുക. ദൈവം അവൾക്ക് ധൈര്യവും മനക്കരുത്തും കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിക്കുവും അവനെ സമാധാനപ്പെടുത്തി. നിമിഷങ്ങൾ കടന്നുപോയി. ദേവനൊരു സ്വസ്ഥതയുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കുറച്ചു കഴിഞ്ഞതും ലേബർ റൂമിൻ്റെ വാതിൽ തുറന്നതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് നീണ്ടു. അനു പ്രസവിച്ചു, ആൺകുട്ടിയാ. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവർക്കും സന്തോഷമായി. ദേവന്റെ കണ്ണുകൾ നിറഞ്ഞു. ജോയും നിക്കുവും അവൻ്റെ തോളിൽ കൈവച്ചു. എടാ, എൻ്റെ ചെക്കൻ, ദേവൻ സന്തോഷത്തോടെ പറഞ്ഞു. നിന്റെ അല്ല, നമ്മുടെ ചെക്കൻ, നമ്മുടെ ആദ്യത്തെ കുഞ്ഞ്. ജോ സന്തോഷത്തോടെ പറഞ്ഞതും ദേവൻ അവൻ്റെ കയ്യിൽ മുറുകി പിടിച്ചു. അനു, ദേവൻ സംശയത്തോടെ സിസ്റ്ററിനോട് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. വാവയ്ക്ക് പേരെന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പറയണേ, ഞാൻ കുഞ്ഞിനെ എടുത്തിട്ട് വരാം. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് കയറിപ്പോയി. ദേവ, പേരൊക്കെ കണ്ടെത്തി വെച്ചിട്ടുണ്ടോ നീ? ജോ സംശയത്തോട് ചോദിച്ചു. ഇല്ലടാ, നീയല്ലേ ഇത് ആൺകുട്ടിയായിരിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ നീ തന്നെ അവന് നല്ലൊരു പേര് പറഞ്ഞതാ, ദേവൻ ചിരിയോടെ പറഞ്ഞു. അഭിനന്ദ് ദേവൻ എങ്ങനെയുണ്ട്? ജോ പുരികം പൊക്കി ചോദിച്ചു. കൊള്ളാം, അഭിയെന്നോ നന്ദു എന്നോ വിളിക്കാം അല്ലേ? ദേവൻ ചിരിയോട് ചോദിച്ചു. നിനക്കിഷ്ടായോ? പിന്നെ അത് മതി, പോരെ അമ്മേ? അവൻ ചിരിച്ചുകൊണ്ട് സുഭദ്രയെ നോക്കി ചോദിച്ചു. മതി ദേവ, അവരും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞതും നേഴ്സ് കുഞ്ഞുമായിട്ട് ഇറങ്ങി വന്നു. ദേവൻ അവനെ കൈകളിലേക്ക് ഏറ്റുവാങ്ങി. പിന്നെ അവൻ്റെ കുഞ്ഞു നെറ്റിയിൽ അവൻ ചുണ്ടുകൾ ചേർത്തു. നന്ദൂട്ടാ, ദേവൻ നീട്ടി വിളിച്ചു. സുഭദ്രയും അവനെ കൈകളിൽ ഏറ്റുവാങ്ങി ചുംബിച്ചു. അവരെല്ലാവരും കുഞ്ഞിനെ കണ്ടതും നേഴ്സ് അവനെയും കൊണ്ട് തിരികെ പോയതും ജോയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ജെനിയാണല്ലോ, അവൻ നിക്കുവിനെ നോക്കി സംശയത്തോടെ പറഞ്ഞു. അത് കേട്ടതും നിക്കു പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കി. അവളുടെ 4-5 മിസ് കോൾ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് വിളിച്ചില്ലല്ലോ, അതായിരിക്കും. നിക്കു പറഞ്ഞതും ജോ ചിരിച്ചുകൊണ്ട് ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. മോളെ, എന്താ? ജോ സംശയത്തോട് ചോദിച്ചു. ചാച്ച, ആമിക്ക് പെയിൻ പോലെ. അവൾ ചാച്ചനെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുക. ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവരേണ്ടത്? ജെനി ചോദിച്ചതും ജോയുടെ നെഞ്ച് ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി. അവൻ്റെ കൈകൾ വിറച്ചു. ഇതുവരെ അനുഭവിക്കാത്ത ഒരു തരം ഭയം അവന് തോന്നി. മോളെ, ഞാൻ അങ്ങോട്ട് വരാം, അവൻ വിറയിലൂടെ പറഞ്ഞു. വേണ്ട ചാച്ച, ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ ഇറങ്ങി. ചാച്ചൻ എവിടെയാണ് ഉള്ളതെന്ന് പറയേ, ഞങ്ങൾ കാറില്ല. അവളെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയല്ലേ? ജെനി പറഞ്ഞു. ഇച്ചായ, ആമി നിലവിളിച്ചു. മോളെ ആമി, ചാച്ച എവിടേക്കാ? ജെനി, അവിടേക്ക് തന്നെ കൊണ്ടുവാ, അവൻ പറഞ്ഞു. ഇപ്പം വരാൻ ചാച്ച, വെളിയിൽ വന്ന് നിൽക്കണേ. ജെനി പറഞ്ഞതും ജോ ഓക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. എത്താ ജോ, എന്ത് പറ്റി ആമിക്ക്? നിക്കു സംശയത്തോട് ചോദിച്ചു. പെയിൻ തുടങ്ങിയെന്ന്. ടെൻഷൻ അടിച്ച് ഒന്നും വരുത്തി വെക്കാതിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് അപ്പോഴേ തോന്നിയതായത്. അനുവിന് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അവൾക്കും കാണുമെന്ന്. ഞാനത് പറഞ്ഞപ്പോൾ തന്നെ ടെൻഷനായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഈ ടെൻഷൻ്റെ ഇടയ്ക്ക് ഞാൻ മറന്നുപോയി ഒന്ന് വിളിക്കാൻ. ജോ ടെൻഷനോടെ പറഞ്ഞു. സാരമില്ലടാ, അവരിപ്പോൾ ഇങ്ങോട്ട് വരുമല്ലോ. ദേവൻ അവനെ സമാധാനപ്പെടുത്തി. എടാ, ഞാൻ പുറത്തേക്കൊന്ന് നിൽക്കട്ടെ, അവർ ഇപ്പോൾ വരുമായിരിക്കും. ജോ അവരെ നോക്കി പറഞ്ഞു. ഞാനും വരാം. നിക്കുവും അവൻ്റെ കൂടെ ചെന്നു. അവർ പുറത്തേക്കിറങ്ങിയതും ജേക്കബ് കാറ് കൊണ്ട് നിർത്തി. ബാക്കിൽ നിന്നും ആമയുടെ മരണവെപ്രാളത്തോടെയുള്ള നിലവിളി കേട്ടുകൊണ്ടിരുന്നു. ഇച്ചായ, ജോയെ കണ്ടതും അവൾ കരഞ്ഞു. ഒന്നുമില്ല, കരയാതടാ. അവരെല്ലാവരും കൂടെ ചേർന്ന് അവളെ സ്ട്രെച്ചറിലേക്ക് കിടത്തി. അപ്പോഴും ജോ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു.